ലീഗ്സ് കപ്പ് ഫുട്ബോൾ ഫൈനലിനിടെ എതിർ ടീം സഹപരിശീലകനെതിരെ ഒരു ഇന്റർ മയാമി താരം തുപ്പി എന്ന രീതിയിലുള്ള വാർത്ത. അപ്പോൾ ആ സത്യം പറഞ്ഞ കളിക്കളത്തിലൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ സംഭവിച്ചത്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ലൂയിസ് സുവാരസ് ആണ് ഈ കഥയിലെ വില്ലൻ. ലൂയിസ് സുവാരസ് എല്ലാ കാലത്തും ഇക്കാര്യത്തിൽ ഒരു വികൃതി പയ്യൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും ഇതുപോലെ ഓരോരോ എന്തെങ്കിലും കാര്യങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിരക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യും. അതിൽ പണി വാങ്ങിക്കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. നേരത്തെ ലോകകപ്പിനിടെ കെല്ലീനിയെ കടിച്ച സംഭവത്തൊക്കെ തന്നെ വലിയ വിവാദമായതാണ്. അദ്ദേഹത്തിന് ലോകകപ്പിൽ നിന്നും പിന്നീട് ദീർഘകാലം കളത്തിന് പുറത്തിരിക്കേണ്ടി ഒക്കെ വന്നു. അതിനുശേഷം ലിയോണൽ മെസ്സിക്കൊക്കെ ഒപ്പം കൂടിയപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി മാന്യനായതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ ഏകദേശം അദ്ദേഹം ഈ ഡിസംബറിൽ വിരമിക്കുമെന്നൊക്കെ തന്നെ വരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ലീഗ്സ് കപ്പ് ഫൈനലിൽ സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെയാണ് അദ്ദേഹത്തിന് വീണ്ടും നിയന്ത്രണം നഷ്ടമായത്. അദ്ദേഹം മത്സരത്തിൽ തോറ്റു. അന്ന് തോറ്റപ്പോൾ എതിർ ടീം സഹപരിശീലകന് നേരെ തുപ്പുകയാണ് ഉണ്ടായത്. അത് വലിയ രീതിയിൽ വിവാദത്തിലായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലീഗ്സ് കപ്പ് അവരുടെ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രകാരം ലൂയിസ് സുവാരസിന് 6 മത്സരങ്ങളിലാണ് സസ്പെൻഷൻ. അത് ലീഗ്സ് കപ്പിൽ മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മേജർ ലീഗ് സോക്കറിലൊന്നും പ്രശ്നമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഈ സീസണോടുകൂടി വിരമിക്കുകയാണെങ്കിൽ ഈ സസ്പെൻഷൻ കൊണ്ട് വലിയ കാര്യമില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. ഒപ്പം തന്നെ ഈ മത്സരത്തിൽ എതിർ ടീം താരത്തെ പിടിച്ച് തള്ളിയ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കടിച്ച സെർജിയോ ബുസ്കേറ്റ്സിനെതിരെയും 2 മത്സരങ്ങളിലെ സസ്പെൻഷൻ ലഭിച്ചു. എന്തായാലും ലിയോണൽ മെസ്സിയുടെ ടീംമേറ്റ്സിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ മെസ്സി വളരെ പക്വതയായി കളിക്കുക, അല്ലെങ്കിൽ തോറ്റിട്ടും അദ്ദേഹം നന്നായി നിന്നപ്പോൾ എതിർ ടീമിനോട് സ്വന്തം താരങ്ങൾ ഇങ്ങനെ ചെയ്തത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.